ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, അല്ലാത്ത പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെഗ് പീസൊക്കെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മോഡലിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യത്തെ ചെയ്തിട്ട് കുറച്ച് അധികം നേരം വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, പിന്നെ തൈര് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നുണ്ട്. തൈര് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ നമ്മൾ ഇതിൽ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് പിടിപ്പിക്കുക നമ്മുടെ ചിക്കനിൽ. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തൈര് കുറച്ച് അധികം തന്നെ ഇരുന്നോട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുക. അപ്പോൾ തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് അതിൽ ശരിക്കും ഈ ചിക്കൻ മുങ്ങി കിടക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി മൊത്തം ഇതുപോലെ വെക്കുക. ഇനി അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഒരു മാരിനേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണോളം മൈദ, അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിലാണ് നമ്മൾ രണ്ടാമത് നമ്മുടെ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ രാത്രി വെച്ചതാണ്, അപ്പോൾ രാവിലെയാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്ലോറിൻ്റെ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ പൊടി ചിക്കനിൽ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ചിക്കനിൽ നന്നായിട്ട് ഈ പൊടി കോട്ടാവാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ചിക്കനും നന്നായിട്ട് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഉള്ളിലെ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൈരിൽ അല്ലെങ്കിൽ ബട്ടർ മിൽക്കിൽ ഇതുപോലെ 6 മണിക്കൂർ 8 മണിക്കൂർ നമ്മളിതുപോലെ ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ മാംസം നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ദാ നമ്മുടെ ചിക്കനെല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത കോട്ടിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്ത കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ തിളപ്പിച്ചിട്ടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സാണ് എടുക്കുന്നത്. 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്സിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലേക്സ് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഓരോ ചിക്കൻ പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ മുക്കുക. അതിനുശേഷം ഈ ഓട്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു കൈ കൊണ്ട് മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ മുക്കിയിട്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് ഓട്സ് കവർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ ഓട്സ് എല്ലാം പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ ചിക്കനായിട്ട് മുക്കിയിട്ട് ഓട്സിൽ കോട്ട് ചെയ്യുക. ഓട്സിന് പകരം കോൺഫ്ലേക്സും യൂസ് ചെയ്യുക കേട്ടോ. കോൺഫ്ലേക്സും ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ പാനിൽ ഒരുമിച്ച് അങ്ങ് ഒത്തിരി പീസിട്ട് വറുക്കാതിരിക്കുക. നമ്മൾ സാധാരണ വറുക്കുന്ന പോലെ ഒരു 3-4 പീസ് മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എണ്ണയുടെ ചൂട് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക.
നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് അത്യാവശ്യം കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവും കേട്ടോ. ആ ഒരു ഇതുവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഒരു 10-12 മിനിറ്റൊക്കെ എടുക്കും നന്നായിട്ടായി വരാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, അത്യാവശ്യം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ ഇത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു വയർ റാക്കിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പെട്ടെന്ന് ആ ക്രിസ്പിനെസ് അങ്ങനെ പോവില്ല ചിക്കൻ്റെ. അപ്പോൾ അതാ ഇതുപോലെ ബാക്കിയുള്ളതും വറുത്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള KFC സ്റ്റൈൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു KFC മോഡൽ ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്